ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ഓണം വ്ളോഗിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. കുറച്ച് ഗ്യാപ്പ് വന്നല്ലോ. കാരണം ഒന്നുമല്ല, ഈ കാണുന്ന പ്രാക്ടീസും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വ്ളോഗ്സ് ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ചെറിയ ബിറ്റാണ് ഞാൻ ഇട്ടത്. അത് കഴിഞ്ഞ് ഇത് ഓണത്തിൻ്റെ തലേദിവസമാണ്. ഒരു എന്തെങ്കിലും വ്യത്യസ്തം വേണമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കേളിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് ഞാനായിരുന്നു തുടക്കം കുറിച്ചത്. ചേച്ചി എൻ്റെ തലയിൽ ചെയ്തെന്ന്, പിന്നെ ഞാൻ ചേച്ചിയുടെ ചെയ്തു കൊടുത്തു. അപ്പോൾ എൻ്റെ തലയിൽ ചെയ്യുന്ന വീഡിയോ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഏകദേശം പുലർച്ചെ ആവാറായത് കഴിഞ്ഞപ്പം. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ മൊത്തം എന്താ പറയുക, ഹെയിലായിരുന്നു. അപ്പം ഹെയിലിനെ കുറിച്ച് ഞാൻ വേണമെങ്കിൽ ഒരു കുഞ്ഞ് ഷോർട്ടായിട്ട് ഞാൻ പിന്നീട് ഇടാം. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഇതായിരുന്നു അവസ്ഥ. ഭയങ്കര തണുപ്പും ഇതൊക്കെയായിരുന്നു. ഒന്നാമതേ മൂഡ് ഓഫാണ്. കാരണം ഓൾറെഡി എനിക്കും സിദ്ധുവിനുള്ള ഡ്രസ്സ് കുറച്ച് നേരത്തെ ഞാൻ പ്ലാൻ ചെയ്തെല്ലാം സെറ്റാക്കിയതാണ്. അപ്പോൾ കൂടുതൽ കുറച്ച് എക്സ്ട്രാ പൊടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓഫ്ലൈനിൽ കസ്റ്റമിൽ പെട്ട് കിടന്നു. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥ. അങ്ങനെയാണ് നമ്മൾ കേളിങ് തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ എത്തിയത്. അപ്പം നമ്മുടെ ഡാൻസ് ഉണ്ട്. ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഇങ്ങനെയായിരുന്നു. ബ്ലാക്ക് ടോപ്പ്, ബ്ലാക്ക് ജീൻസ്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഷോൾ വെച്ചിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഭാഗ്യത്തിന് ഈ ഷോൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ബ്ലൗസും ഞാൻ കൊണ്ടുവന്നു. അതുകൊണ്ട് അങ്കിത ചേച്ചിയുടെ സാരി വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തത്. അപ്പോൾ മോർണിംഗ് നമ്മൾ ഡാൻസ് കഴിഞ്ഞ് വീട്ടിൽ പോയി ഡ്രസ്സ് മാറ്റി സാരിയൊക്കെ കൊടുത്ത് അങ്ങനെയാണ് സാരിയിലോട്ട് വന്നത്. അപ്പോൾ രാവിലെ പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ് കാണുന്നത്. ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, ഞാൻ ഇടുന്നതായിരിക്കും. അത്യാവശ്യം നല്ല എഫേർട്ട് എടുത്ത് പഠിച്ച ഡാൻസും അല്ലെങ്കിൽ ഓരോരുത്തരും കഷ്ടപ്പെട്ട് രാത്രി വരെയൊക്കെ നിന്ന ഒരു സംഭവമാണ് ഈ ഡാൻസ്. അപ്പോൾ പലരെയും പല സമയത്ത് കിട്ടില്ല. അപ്പം എന്നാലും ഞങ്ങൾ നന്നായി കളിച്ചു എന്ന് പലരും പറഞ്ഞുകൊണ്ട് ഹാപ്പിയാണ്. ഇത് ഓൾറെഡി ഡാൻസിനൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യമേ റെഡിയൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പം സാരി ഉടുക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. ആശ്ലി ചേച്ചിയൊക്കെ ആയിരുന്നു അറിയാം. അങ്കിത ചേച്ചി ആശ്ലി ചേച്ചിയും പ്രതീക്ഷിച്ചായിരുന്നു. ചേച്ചി പക്ഷെ നാട്ടിൽ പോയി, അതുകൊണ്ട് അത് നടന്നില്ല. അപ്പം അങ്കിത ചേച്ചി എന്നെ ചേച്ചിയുടെ കഴിവ് അങ്ങോട്ട് പുറത്തെടുത്തു. പക്ഷേ എല്ലാം സെറ്റായി. അങ്കിത ചേച്ചി അലീന ചേച്ചിക്കും എനിക്കും ചേച്ചിക്കും എല്ലാവർക്കും ഉടുപ്പിച്ച് തന്നത്. അപ്പം ഞങ്ങൾ ഓൾറെഡി പ്ലീറ്റ് എല്ലാം പിടിച്ച്, എനിക്കൊന്നും അറിയില്ല, ഞാനാണെങ്കിൽ അങ്ങനെ പെർഫെക്ഷൻ നോക്കുന്ന ഒരാളല്ല. ചേച്ചി അങ്ങനെ ആയതുകൊണ്ട് എല്ലാം കൃത്യമായി 2 ദിവസം മുന്നേ തന്നെ എല്ലാം ചെയ്തുകൊണ്ട് അത് സെറ്റായി. ഇപ്പോൾ കാണുന്നത് ഡാൻസ് കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടക്കുന്ന ഞങ്ങളെയാണ്. തുടങ്ങണ്ടേ പരിപാടി? എന്താണ് ചേച്ചി അഭിപ്രായം? വാട്ട് ഹാപ്പൻ അങ്കിത? ഫുഡ് വേണം, നമുക്ക് കിട്ടില്ലേ? എന്താണ് ഇതിന്റെ ഫീഡ്ബാക്ക്? വെൽഡൺ മാസം വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു ഡ്രസ്സ് മാറ്റാനായിട്ട്. അപ്പം ടി വിയിൽ ഞങ്ങൾ ഡാൻസ് ഇട്ടൊന്ന് കാണുമായിരുന്നു എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ അജുവിൻ്റെ കോപ്രായങ്ങൾ. അപ്പോൾ അലീന ചേച്ചി, അലൻ ചേട്ടൻ ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അലീന ചേച്ചിക്ക് തിരുവാതിരക്കളി ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പങ്കജ ചേച്ചി സാരി ഉടുക്കുന്ന ഒരു സംഭവമാണ് കണ്ടത്. ഞാൻ നെക്സ്റ്റ് ഞാനാണ്. അപ്പോൾ അതിൻ്റെ കാണിക്കലാണ് ഞാൻ അവിടെ കിടന്ന് കാണിക്കുന്നത്. ഓൾ സെറ്റ് സാരിയിലായി വിത്ത് ആർട്ടിസ്റ്റ് ദ ഡ്രേപ്പിസ്റ്റ് അങ്കിത സുജിത് ലാൽ. അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്നു. പറഞ്ഞ ടൈമിനെക്കാട്ടിലും ലേറ്റായി നമ്മുടെ പ്രോഗ്രാമൊക്കെ. അപ്പം നമ്മൾ സാരി ഉടുത്ത് പോകുമ്പോൾ തന്നെ ഒരു 2 മണിയൊക്കെ ആയി. അങ്ങനെ ഭയങ്കര വൃത്തികെട്ട ക്ലൈമറ്റുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം അത്രയും കാറ്റ്. ശരിക്കും ഈ കാറ്റൊക്കെ അടിക്കുമ്പോൾ മുതുകൊക്കെ ഭയങ്കര വേദനയാണ്. കാരണം നല്ല തണുപ്പായതുകൊണ്ട്. മഴയായിരുന്നു, ഫുള്ള് കണ്ടില്ലേ വെള്ളമൊക്കെ താഴെ കിടക്കുന്നത്. അജുവിനെയും അങ്കിത ചേച്ചിയും ഈ ഒരു രീതിയിൽ എനിക്ക് എടുക്കാൻ പറ്റിയുള്ളൂ. കാരണം ഭയങ്കര കാറ്റായതുകൊണ്ട് എനിക്കും നേരം നിൽക്കാൻ പറ്റുന്നില്ല. ചെന്നതും സദ്യ ഇരിക്കലായിരുന്നു. അവിടെ സദ്യക്ക് ആൾക്കാർ ഇരുന്ന് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് പന്തിയിലാണ് ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് എന്തായാലും കഷ്ടപ്പെട്ട് സാരിയൊക്കെ കൊടുത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഫോട്ടോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നു കഴിക്കാനായിട്ട്. അത്യാവശ്യം നല്ല സദ്യ തന്നെയായിരുന്നു. അതുകൊണ്ട് ഹാപ്പിയാണ്.
ഇത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു വടംവലിയിലാണ് അവസാനിക്കുന്നത്. നമ്മൾ ഫുള്ള് കണ്ടില്ല, മീൻസ് പ്രൈസ് കൊടുക്കുന്നൊരു സംഭവം വരെ ഒന്നും നിന്നില്ല. വടംവലി കഴിഞ്ഞതും തിരിച്ച് വീട്ടിലേക്ക് പോയി. സിദ്ധുവൊക്കെ ഉച്ചയ്ക്ക് തന്നെ പോയി ഊണ് കഴിച്ചതും. അപ്പോൾ ഗേൾസിൻ്റെ വടംവലിയിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ രമ്യ ലീഡ് ചെയ്ത ഗേൾസ് ടീമായിരുന്നു വിൻ ചെയ്തത്. നമുക്കൊക്കെ അത് കണ്ടിട്ട് വരാം. കാണുന്നതിന് മുന്നേ ദിസ് ഇസ് അലാന ബാബു. അപ്പം ഇടയ്ക്ക് എൻ്റെ വീഡിയോനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്ന ഒരാളെന്നല്ല പറയുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്താണ് അവിടുത്തെ കുട്ടികൾ ഒരു കളി കളിക്കുന്നത് കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നാരങ്ങപ്പാലാണല്ലോ, കാരണം ഞങ്ങളുടെ അവിടെ അങ്ങനെയാണ് പറയുക. അപ്പോഴാണ് സെലു അപ്പുറത്ത് നിന്ന് വേറൊരു പാട്ട് പാടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോ സ്ഥലത്തും ഇതിന് വേറെ വ്യത്യാസമുണ്ട് എന്നുള്ളത്. ക്ഷീണത്തിലിരിക്കുന്ന 2 ആൾക്കാരാണ് അലീന ചേച്ചി മലഞ്ചേട്ടനും. നെയ്ച്ചു അപ്പുറത്ത് കളിക്കുന്നതുകൊണ്ട് അവർക്കായിരിക്കാനുള്ളൊരു സമയം കിട്ടി. ഇപ്പം അലീന ചേച്ചി നോക്കുന്നതായിരിക്കും. അങ്ങനെ ദേ പോകുന്നു സുഹേലിത്ത. ബോയ്സിൻ്റെ വടംവലി ഒന്നും പറയാനില്ല, കാരണം കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു, ഭയങ്കര ടഫ് കോമ്പറ്റീഷനായിരുന്നു. ഇപ്പോൾ അജുവിൻ്റെ കോമഡി വേഷം കാണാം, അതിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ വീട്ടിലെത്തിയതും അങ്കിത ചേച്ചി പറഞ്ഞു നമുക്കൊരു ട്രാൻസാക്ഷൻ സംഭവം ചെയ്യാമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിലെങ്കിലും അത് ഇടാമെന്നുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നതായിരുന്നു. പക്ഷേ ഈ അജുവിൻ്റെ എക്സ്പ്രഷൻ ഇപ്പം കാണാം. എന്നിട്ട് അവസാനം വലിയ ഷോയിൽ വരുന്നുണ്ട് ഒരാൾ. അജു ആണ് ഇവിടെ തെറ്റിച്ചത്, വേറെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക, കണ്ടില്ലേ? എന്നിട്ട് ഇപ്പോൾ വരും. ഒരു അത്രയേ ഉള്ളൂ ഓണം വ്ലോഗ്. അങ്ങനെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് നേരത്തെ എടുത്ത വീഡിയോ ആണ്. നമ്മൾ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി സ്കൂളിൽ നിന്ന്, ഈ ഫംഗ്ഷൻ സ്കൂളിലാണ് നടക്കുന്നത്, അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ പോകുമ്പോൾ എടുത്തതായിരുന്നു. അപ്പോൾ ലാസ്റ്റാണ് ഇടാൻ പറ്റിയത്. അപ്പം അത്രയേ ഉള്ളൂ. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വെയിറ്റ് ഫോർ അവർ ഡാൻസ് വീഡിയോ.